ഹായ് ഗൈസ്. അപ്പൊ നമ്മൾ കുറേ ദിവസത്തിന് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കണം. അപ്പൊ നമ്മൾ വീഡിയോ നേരെ ചെയ്യുന്നില്ല. യൂട്യൂബിലാണെങ്കിൽ തന്നെ ഇൻസ്റ്റയിലാണെങ്കിൽ തന്നെ നമ്മൾ നേരെ വീഡിയോ ഒന്നും കണ്ടിന്യൂസ് ആയിട്ടൊന്നും പോസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ മെച്ചപ്പെടേണ്ടിയിരിക്കുന്നു നമ്മൾ ഒരുപാട്. അപ്പോൾ എന്താണ്, ഫ്രൈഡേ ആണ്. ഇതാ നാട്ടു നടപ്പ് അങ്ങനെയാണല്ലോ, കുളിക്കണം എന്നൊക്കെ ആണല്ലോ. അത് നല്ലതായിട്ട് തന്നെ കുളിക്കേണ്ട ദിവസം ആയതുകൊണ്ട് കുളിച്ചാണ്, അല്ലാതെ ഫ്രൈഡേ ആയതുകൊണ്ടൊന്നും അല്ല കുളിച്ചത്. നമുക്ക് ഇന്നൊരു ലോങ് വീഡിയോ. ഞാൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടാ. അപ്പോഴാണ് മുടി ഉണങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ അപ്പോഴാണ് നമ്മുടെ ധനുഷിന്റെ ഒരു സിനിമ ഉണ്ടല്ലോ, കറ എന്ന് പറഞ്ഞിട്ട്. ആ സിനിമ ഞാൻ കണ്ടുകൊണ്ടിരിക്കും. ഞാൻ ആദ്യം കണ്ടിട്ടില്ലെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ചായി കാണാൻ തുടങ്ങിയിട്ട്. ഞാൻ ഫുഡൊക്കെ പാത്രത്തിലെടുത്ത് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ കേട്ടോ ഗൈസ്, അർച്ചന പറയുന്നുണ്ട് ആ ചുമരില് സൂര്യ ചെറുതായിട്ട് ടച്ചപ്പേ ചെയ്തു. കണ്ണിൽ എന്തോ പെട്ട് ഗൈസ്, അതാണ് ഇപ്പൊ ഇങ്ങനെ കണ്ണിങ്ങനെ ആക്കി. പിന്നെ ഇന്ന് ദോശ ആയതുകൊണ്ട് ഞാൻ നന്നായി കഴിച്ചിട്ടുണ്ട് കേട്ടാ. സാധാരണ എനിക്ക് ഇവിടുത്തെ മലപ്പുറം ദോശ ഇഷ്ടമല്ലേ, നമ്മുടെ ദോശയായിരുന്നു, നോർമലി ഉള്ള ദോശയാണ്. ഞാൻ കുറച്ചധികം കഴിച്ചു. ഞാൻ എന്നും പറയുന്നത് തന്നെയാണ്, എനിക്ക് ഇങ്ങനെ നോക്കിയിട്ട് സംസാരിക്കേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല. കാരണം ഞാൻ എന്നെ നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ വീഡിയോ കാണുന്നവര് വിചാരിക്കുന്നുണ്ടാവും കോങ്ങണ്ണാണ്. പക്ഷെ കോങ്ങണ്ണല്ല ഗൈസ്. നമ്മളിതാ കുറെ നെറ്റിയുണ്ട് കേട്ടോ. ഫുട്ബോള് കളിക്കാത്ത സ്ഥലമുണ്ട്. വേറെ വഴിയില്ല, ഇത് കുഴപ്പമില്ലെന്നല്ലേ പറയാൻ പറ്റും. ഇത് ചൊട്ടയല്ല ഗൈസ്, ഇത് നെറ്റിയാണ്. ഓക്കെ, അതില് ആരും തെറ്റിദ്ധരിക്കണ്ടത് ചൊട്ടയാണ് ചെയ്തിട്ട്. അങ്ങനെ നമ്മൾ മുടിയൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ പോവാൻ വേണ്ടി റെഡി ആയിട്ടാ. ഇതാണ് മുടിയൊക്കെ കുഞ്ഞു കുഞ്ഞു മുടികളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ട്രെൻഡാണല്ലോ. അപ്പൊ നമുക്ക് ആശ്വസിക്കാം. ഞാൻ ഓഫീസിൽ പോയിട്ട് ഓക്കെ. പിന്നെ നമ്മളിതാ കുറച്ചധികം കാപ്പി. ഞാൻ ഇങ്ങനെയുള്ള കറികൾക്ക് കഴുത്ത് പോകും. അപ്പൊ നമുക്ക് പോവാം ഗൈസ്. ഭയങ്കര വെയിലാണ്. ഇപ്പൊ മഴക്കാലാണെന്നേ തോന്നില്ല, പക്ഷെ 2 ദിവസം മുമ്പ് ഫുള്ള് മഴ തോരാൻ കഴിയില്ല. എനിക്ക് വീട്ടിൽ പോവാൻ ഗൈസ്. മോർണിംഗ് ശരണ്യ. ഇന്ന് വ്ളോഗ് ഉണ്ട് കുറെ കാലങ്ങൾക്ക് ശേഷം. നീണ്ട ഇടവേളയ്ക്ക് ശേഷം അപ്പൊ നമ്മുടെ കൃഷ്ണൻ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ കൃഷ്ണൻ ഇങ്ങനെ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് വിളിക്കാണ്ട് സിസ്റ്റർ ഓൺ ചെയ്ത് കഴിഞ്ഞത്. പിന്നെ അത് കഴിയുമ്പോഴത്തേനും തന്നെ 11 മണിയായിട്ട് നമുക്ക് ടീ ടൈം ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ മഴ വന്നിട്ടുണ്ട് കേട്ടോ. രാവിലെ പോകുമ്പോൾ ഒട്ടും മഴയില്ലായിരുന്നു, വെയിലായിരുന്നു. വേനൽക്കാലം മതി. ഇപ്പൊ മഴ അത്യാവശ്യം കുറച്ചൊരു മഴ പെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഇതാ കണ്ടത് നമ്മളെ ടീ ടൈമിന് സ്നാക്സും കഴിച്ചുകൊണ്ടിരിക്കണം. അത് കഴിയുമ്പോൾ തന്നെ ലഞ്ച് ടൈം ആയിട്ട് നമ്മൾ ലഞ്ചും കഴിച്ചു. പിന്നെ കുറച്ച് നേരം ക്യാബിൽ വന്നു. നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണ് ഇവിടെ ഇരിക്കുക. മഴയുടെ ഇതുണ്ട്, ഉച്ചയായതുകൊണ്ട് ലൈറ്റൊക്കെ ഓഫ്. ഫുഡ് ചെയ്യുന്നുണ്ടായിരുന്നു. വിഷ്ണുപ്രിയ നമ്മുടെ ക്യാബിലെ പുതിയ ആളുകളാണ്. വിഷ്ണുപ്രിയ, പിന്നെ എന്ന് നമ്മുടെ വീഡിയോയിൽ കാണുന്ന അർച്ചനയും കൂടെ നമ്മുടെ ക്യാബിലാണ് ഇപ്പോൾ. അത് കഴിഞ്ഞ് കുറച്ച് നേരം പണിയെടുക്കുമ്പോൾ തന്നെ എഗെയിൻ ടീ ടൈം ആയിട്ടുണ്ട് കേട്ടോ ഈവനിങ്ങില്. പിന്നെ ഞാൻ സ്നാക്സ് എടുക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ഒരു പാത്രം എടുത്തിട്ട് പോവാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് സ്നാക്സ് എടുത്തിട്ട് നേരെ എൻ്റെ സീറ്റിലേക്ക് വന്നിരുന്നു കേട്ടോ. അപ്പൊ തന്നെ വീട് തലതിരിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. നമ്മളിപ്പോ പോകുന്നത് ഒരു സ്ഥലം വരെ പോവാണ്. അപ്പൊ നമ്മള് നല്ല മഴക്കാറുണ്ട്, മഴ പെയ്യുന്നു തോന്നുന്നുണ്ട്. അപ്പൊ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട്. അപ്പൊ അതിന് വേണ്ടി പോകാം. ഇവിടെ ഐ ഡി കാർഡ് വായിച്ചിട്ട് ആർക്ക് മഴ വന്നു ഗൈസ്. ഞാൻ എന്തിനാ അറിയിച്ചത് പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. സോപ്പ് പൊടി അങ്ങനെയൊക്കെ. നീ അലക്കി മുളിക്കൊക്കെ ചെയ്യും അതിന്. എല്ലടി അമ്മീ തണുക്കണ്.
അപ്പൊ നമ്മൾ ഫൈനലി ഇന്നത്തെ ദിവസം ഓഫീസിലൊക്കെ പോയി വന്ന് ഹോസ്റ്റലിലേക്ക് കയറാണ് കേട്ടോ. ഇവിടെ ലൈറ്റ് ഇല്ല, പറ്റി കുഴപ്പമില്ല. ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട്. ബൈ ഗൈസ്, മഴയാണ്.